നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടങ്ങി. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും കുറഞ്ഞത് 15 നിമിഷമാണ് വൈദ്യുതി നിലച്ചത്. വൈദ്യുതി ഉപഭോഗം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 117 ദശലക്ഷം യൂണിറ്റിന് മുകളിലേക്ക് എത്തിയതോടെയാണ് ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടങ്ങിയത്. രാത്രികാലങ്ങളിൽ 15 മിനിറ്റ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ വൈദ്യുതി ബോർഡ് വാക്കാൽ നിർദ്ദേശം നൽകി എന്ന റിപ്പോർട്ടുണ്ട്. മലബാർ മേഖലയിലെ ചില ഭാഗങ്ങളിൽ ഒരാഴ്ച മുൻപ് തന്നെ ലോഡ് ഷെഡിംഗ് തുടങ്ങിയിരുന്നു. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി മേഖലകളിലും 10-15 മിനിറ്റ് ലോഡ് ഷെഡിംഗ് ആരംഭിച്ചതായാണ് വിവരം. എന്നാൽ ലോഡ് ഷെഡിംഗ് ആരംഭിച്ചിട്ടില്ലെന്നാണ് KSEB പറയുന്നത്. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് വീണ്ടും മരണം. ആലപ്പുഴ കുട്ടനാട്ടിലാണ് പാമ്പുകടിയേറ്റ് വീട്ടമ്മ മരിച്ചത്. വൈശ്യം ഭാഗം പുതുവന വീട്ടിൽ രഘുവിന്റെ ഭാര്യ ഇന്ദിരയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. വൈകിട്ട് 5 മണിയോടെ വീടിനോട് ചേർന്നുള്ള ശുചിമുറിക്ക് മുന്നിൽ വെച്ചാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. നാട്ടുകാർ ഉടൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ രാത്രി 9:30 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് തുടർച്ചയായി മരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ DMOമാരുടെ യോഗം വിളിച്ച ആരോഗ്യവകുപ്പ് ഡയറക്ടർ അത്യാഹിത വിഭാഗങ്ങളിലെത്തുന്ന രോഗികൾക്ക് പാമ്പുകടിയേറ്റിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. എല്ലാ ആശുപത്രികളിലും ആന്റിവെനം സ്റ്റോക്ക് ഉണ്ടെന്ന് ആരോഗ്യവകുപ്പ് വിശദീകരിച്ചു. പാമ്പുകടിയേറ്റാൽ കനിവ് 108 ആംബുലൻസ് വഴി ആന്റിവെനമുള്ള ആശുപത്രികളിൽ കൃത്യമായി എത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോഴിക്കോട് നാദാപുരത്ത് പാമ്പുകടി ഏൽക്കാതെ വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കല്ലാച്ചി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പാന്റിലാണ് പാമ്പ് കൊത്തിയത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ നിന്ന് മറന്നുവെച്ച സാധനങ്ങൾ എടുക്കാനായി എത്തിയപ്പോഴായിരുന്നു സംഭവം. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പൂച്ചയെ കണ്ട് പതുങ്ങിയിരുന്ന പാമ്പ് 11-കാരന് നേരെ വന്നെടുക്കുകയായിരുന്നു. അമ്മയെ കഴുത്തറുത്ത് കൊന്ന ശേഷം മകൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കണ്ണൂർ കൊളക്കാട് താന്നിക്കുന്നിലെ മഠത്തിൽ പറമ്പിൽ തങ്കച്ചന്റെ ഭാര്യ ഗീതമ്മയാണ് മകൻ ക്രിസ്റ്റി കൊലപ്പെടുത്തിയത്. ഗീതമ്മയ്ക്ക് 50 വയസ്സായിരുന്നു. മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗമാണ് ഗീതമ്മ. ഇന്നലെ രാത്രി 10:30 സംഭവം. വാക്കുതർക്കത്തിനൊടുവിൽ കിടപ്പുമുറിയിൽ വെച്ചാണ് ഗീതമ്മയെ ക്രിസ്റ്റി ആക്രമിച്ചത്. തങ്കച്ചൻ വീട്ടിലില്ലായിരുന്നു. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലെത്തിയതാണ്. ഇയാൾ ലഹരി മരുന്നിന് അടിമയായിരുന്നു. കൊലയ്ക്ക് ശേഷം വീട്ടിൽ തങ്ങിയ ക്രിസ്റ്റി പിന്നീട് സമീപവാസിയായ യുവാവിനെ വിളിച്ചു വരുത്തി അയാളുടെ സ്കൂട്ടറിൽ കേളകം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഗീതമ്മ കേളകത്തും താന്നിക്കുന്നിലും ബ്യൂട്ടി പാർലറും ടൈലറിംഗ് ഷോപ്പും നടത്തിയിരുന്നു. ക്രിസ്റ്റിയെ കൂടാതെ ഗീതമ്മയ്ക്ക് ഒരു മകൾ കൂടിയുണ്ട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് നൽകി. 1966 മെയ് 25 ജനിച്ച ഗണേഷ് കുമാറിന് 1984 ഫെബ്രുവരി 13 തിരുവനന്തപുരം RT ഓഫീസിൽ നിന്ന് ലൈസൻസ് നൽകിയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകളിലുള്ളത്. ഇതുപ്രകാരം ലൈസൻസ് ടെസ്റ്റിൽ ഹാജരാകുമ്പോൾ അദ്ദേഹത്തിന് 17 വയസ്സും 8 മാസവുമായിരുന്നു ഉണ്ടായിരുന്നത്. ലൈസൻസിനുള്ള ജനനത്തീയതി തന്നെയാണ് ഗണേഷ് കുമാർ നിയമസഭാ രേഖകളിലും നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ചൂട് അസഹനീയമായി തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലവിലെങ്കിലും താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ കർശന മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. മറ്റു ജില്ലകളിലും സാധാരണയേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ലോക്ക്ഡൌണിന് സമാനമായ ജാഗ്രത പകൽ സമയങ്ങളിൽ പാലിക്കണമെന്നാണ് നിർദ്ദേശം. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. ചുട്ടുപൊള്ളുന്ന ചൂടിന് ആശ്വാസമായി മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള ബാറിൽ ദേശീയ കബഡി താരത്തിന് കുത്തേറ്റു. ദേശീയ കബഡി താരം അമൽജിത്തിനാണ് കുത്തേറ്റത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. റൂബി ബാറിലെ റൂഫ് ടോപ്പിൽ അമൽജിത്തും സുഹൃത്തും എത്തിയിരുന്നു. മറ്റൊരു ടേബിളിലുള്ള 6 അംഗ സംഘത്തിലെ ചിലർ ഇവരെ ഭീഷണിപ്പെടുത്തി. തുടർന്ന് ഒരാൾ ബിയർ കുപ്പി കൊണ്ട് അമൽജിത്തിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. ഇതിനിടെ പൊട്ടിയ കുപ്പി ഉപയോഗിച്ച് ഒരാൾ അമൽജിത്തിന്റെ മുതുകിൽ കുത്തി. അതേസമയം മറ്റൊരാൾ അമൽജിത്തിനെ ചവിട്ടി വീഴ്ത്തി. മേശയിൽ ഇടിച്ചുള്ള വീഴ്ചയിൽ അമൽജിത്തിന്റെ നട്ടലിന് പൊട്ടലേറ്റു. പോലീസ് എത്തിയാണ് അമൽജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കേരളത്തിലെ ദേശീയപാത 66ന്റെ വികസനം ഈ വർഷം പൂർത്തിയാകില്ല. നിർമ്മാണത്തിലെ അപാകതകൾ കാരണം വിവിധ ഭാഗങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് ചില ഭാഗങ്ങളിൽ നിർമ്മാണ ഘടനയിൽ മാറ്റം വരുത്തുന്നതാണ് വൈകാൻ കാരണം. അടുത്ത മാർച്ചോടെ മാത്രമേ പൂർത്തിയാകൂ. സംരക്ഷണ ഭിത്തിക്ക് RE വാളിന് പകരം കോൺക്രീറ്റ് തൂണിന്മേലുള്ള നിർമ്മാണത്തിലേക്കാണ് മാറുന്നത്. ജൂണിൽ ഇവയുടെ പണി ആരംഭിക്കും. ഇത് പൂർത്തിയാകാൻ 6 മുതൽ 9 മാസം വരെ വേണം. ഇത് കണക്കാക്കിയാണ് 2027 മാർച്ചോടെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി സമയക്രമം ദേശീയപാത അതോറിറ്റി പുതുക്കിയത്. മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി സ്വകാര്യ കാറിൽ നക്ഷത്ര ചിഹ്നമുള്ള ബോർഡ് വെച്ച സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോട്ടയം SP സംസ്ഥാന പോലീസ് മേധാവി
റവാഡ എ ചന്ദ്രശേഖർ നിർദ്ദേശം നൽകി. വിരമിച്ച ശേഷം DGP റാങ്കിന് തുല്യമായ നക്ഷത്ര ചിഹ്നം പതിച്ച കാർ തച്ചങ്കരി ഉപയോഗിച്ചത് ചട്ടലംഘനമാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. ശക്തന്റെ തട്ടകത്തിൽ ഇന്ന് തൃശൂർ പൂര വിളംബരം. രാവിലെ 8:30 ദേശത്ത് നിന്ന് പുറപ്പെടുന്ന നെയ്തലക്കാവിലമ്മ 11 മണിയോടെ വടക്കുംനാഥനിൽ പ്രവേശിക്കും. 11:30 തെക്കേ ഗോപുരനട തുറന്ന് പുറത്തേക്കിറങ്ങുന്ന ദേവി ശ്രീമൂലസ്ഥാനത്ത് നിന്ന് സമീപത്തുള്ള നിലപാട് തറയിലെത്തി വിളംബരം ചെയ്യുന്നതോടെയാണ് ആദ്യ ഘടക പൂരത്തിന്റെ പുറപ്പാട് ആരംഭിക്കുന്നത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ആർഭാടമില്ലാതെയാണ് തൃശൂർ പൂരം നടത്തുന്നത്. വെടിക്കെട്ട് ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായി പൂരം പരിമിതപ്പെടുത്തി. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ആഘോഷപൂർവമായ കുടമാറ്റം 15 മിനിറ്റ് മാത്രമാക്കി ചുരുക്കി. ഇത്തവണ പൂരം എങ്ങനെ നടത്തുമെന്ന് ആലോചിക്കാനായി സർക്കാർ വിളിച്ച യോഗത്തിന്റേതായിരുന്നു തീരുമാനം. പരമാവധി 10 സെറ്റ് കുടകളാണ് ഇത്തവണ മാറാനാവുന്നത്. നേരത്തെ 1 മണിക്കൂറിൽ 55 സെറ്റ് കുടകൾ ഇരു ദേവസ്വങ്ങളും മാറുമായിരുന്നു. അതാണ് 10 സെറ്റ് കുടകളായി പരിമിതപ്പെടുത്തിയത്. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ പറന്ന സംഭവം ഗുരുതര സുരക്ഷാ ലംഘനമെന്ന റിപ്പോർട്ട് ADGP S. ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറും. കൊടിമരത്തിന് തൊട്ടു മുകളിൽ വരെ ഹെലികോപ്റ്റർ പറന്നു. കാലാവസ്ഥാ പ്രശ്നമെന്ന കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആ ദിവസത്തെ റിപ്പോർട്ട് പരിഗണിക്കുമെന്നും ഹെലികോപ്റ്റർ പറത്തിയ പൈലറ്റുമാരുടെ മൊഴിയെടുക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. തലസ്ഥാനത്ത് ഒരു ബംഗ്ലാദേശി യുവതി കൂടി പിടിയിൽ. ബംഗ്ലാദേശ് സ്വദേശിനി അക്തർ തുമ്പ ആണ് പിടിയിലായത്. മലയൻകീഴ് മണപ്പുറത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത്. 2 മാസമായി ഇവർ തിരുവനന്തപുരത്തുണ്ട്. മലയൻകീഴ് പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. തിരുവനന്തപുരത്ത് എടപ്പഴഞ്ഞിയിലെ സ്പായിൽ ജോലി ചെയ്തിരുന്ന 2 ബംഗ്ലാദേശി സ്ത്രീകൾ പോലീസിന്റെ പിടിയിലായിരുന്നു. ATS ആണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ബംഗ്ലാദേശുകാരായ സ്ത്രീകൾ പശ്ചിമബംഗാൾ സ്വദേശികൾ എന്ന പേരിൽ വ്യാജരേഖയുണ്ടാക്കിയതിനാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവർ ജോലി ചെയ്തിരുന്ന സ്പായുടെ നടത്തിപ്പുകാരും കസ്റ്റഡിയിലാണ്. ബംഗ്ലാദേശ് സ്വദേശികളായ റുമ ചർണാഭ, റിമ ഷെയ്ഖ് എന്നിവരാണ് പിടിയിലായത്. വിവേകാനന്ദ സ്വാമിയും യോഗി ആദിത്യനാഥിനെയും അവഹേളിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രതിഷേധം കനക്കുന്നു. മനോരമയുടെ ബാലപ്രസിദ്ധീകരണമായ ബാലരമയുടെ മുൻ ഡിസൈനറും ചരിത്രകാരനുമായ പള്ളിക്കോണം രാജീവാണ് വിവേകാനന്ദ സ്വാമിയെയും യോഗി ആദിത്യനാഥിനെയും ഫേസ്ബുക്കിലൂടെ അപമാനിച്ചത്. വിവേകാനന്ദ സ്വാമിയെ ഗുണ്ടയായി ഇയാൾ പോസ്റ്റിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. യോഗി ആദിത്യനാഥിനെ വിവേകാനന്ദ സ്വാമി ചവിട്ടുന്നതായാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. വിവാദ DYSPക്ക് സ്ഥാനക്കയറ്റം നൽകാൻ നീക്കം. കസ്റ്റഡി മർദ്ദനത്തിൽ വിവാദത്തിലായ DYSP മധുബാബുവിനാണ് സർക്കാർ വക സ്ഥാനക്കയറ്റ ശുപാർശ. മധുബാബുവിന് SP ആയി സ്ഥാനക്കയറ്റം നൽകാൻ ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കൗൺസിലിന്റെ അംഗീകാരം. കസ്റ്റഡി മർദ്ദനത്തിന് കോടതി ശിക്ഷിച്ച ഈ ഉദ്യോഗസ്ഥൻ നിലവിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആലപ്പുഴ DYSP ആണ്. സ്റ്റേഷനിലെത്തുന്ന മനുഷ്യരെ അതിക്രൂരമായി മർദ്ദിക്കുന്നു എന്നുള്ള റിപ്പോർട്ടിന്റെ പേരിലാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മധുബാബുവിനെ സർക്കാർ മാറ്റിയിരിക്കുന്നത്. കോന്നി SI ആയിരിക്കെ SFI നേതാവിനെ മർദ്ദിച്ചതിന്റെ ആരോപണ വിധേയനാണ് മധുബാബു. KSEBയുടെ കീഴിലുള്ള അണക്കെട്ടുകളിൽ ജലനിരപ്പ് 9 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ. വേനൽ മഴ കുറഞ്ഞതും കനത്ത ചൂടിൽ ഉൽപാദനം കൂടിയതുമാണ് കാരണം. ഈ നില തുടർന്നാൽ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് കടക്കും. ഉയർന്ന നിരക്കിൽ പുറത്തുനിന്ന് കൂടുതൽ വാങ്ങേണ്ടി വരും. ഇതനുസരിച്ച് ബില്ലിൽ സർചാർജും വരും. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ലൈസൻസിയും കരാറുകാരനുമായ മുണ്ടത്തിക്കോട് പന്തലങ്ങാട്ട് വീട്ടിൽ സതീശൻ മരണത്തിന് കീഴടങ്ങിയതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. ഇദ്ദേഹത്തിന് 46 വയസ്സായിരുന്നു. ഏപ്രിൽ 21-നുണ്ടായ അപകടത്തിൽ 90% പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലായിരുന്നു. ഇന്നലെ വൈകിട്ട് 3:30 മരണം. 13 വർഷമായി തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ലൈസൻസിയായിരുന്നു ഇദ്ദേഹം. മൃതദേഹം ഇന്ന് രാവിലെ 9 മുതൽ 12 വരെ മുണ്ടത്തിക്കോട് DVM LP സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3-ന് വീട്ടുവളപ്പിലാണ് സംസ്കാരം. പ്രിജിയാണ് ഭാര്യ. മക്കൾ സ്നേഹ, നവമി, അമ്മ കമലാക്ഷി മുണ്ടത്തിക്കോട്. ബാബു രാജേഷ് എന്നിവർ ഗുരുതരാവസ്ഥയിൽ ICUവിലാണ്. പേടിഎം പേയ്മെന്റ് ബാങ്കിന് നൽകിയിരുന്ന ബാങ്കിംഗ് ലൈസൻസ് റദ്ദാക്കിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചു. നിക്ഷേപകരുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലാണ് ബാങ്ക് പ്രവർത്തിച്ചതെന്നും പേയ്മെന്റ് ബാങ്ക് ലൈസൻസ് നൽകുന്ന സമയത്ത് നിശ്ചയിച്ചിരുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ബാങ്ക് പരാജയപ്പെട്ടുവെന്ന് RBI വ്യക്തമാക്കി. ബാങ്ക് പിരിച്ചുവിടുന്നതിനായി ഹൈക്കോടതിയിൽ അപേക്ഷ നൽകുമെന്നും RBI ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 22(4) പ്രകാരം 2026 ഏപ്രിൽ 24-ന് പ്രവൃത്തി സമയം അവസാനിക്കുന്നത് മുതൽ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നിലവിൽ വന്നതായി RBI പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയിൽ കൈലാഷ് ഹിൽസിൽ താമസിക്കുന്ന IRS ഉദ്യോഗസ്ഥന്റെ മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നേരത്തെ പ്രശ്നക്കാരനായിരുന്നുവെന്ന് വിവരം. പ്രതിയായ രാഹുൽ മീണ തന്റെ ജന്മനാട്ടിൽ അക്രമാസക്തമായ പെരുമാറ്റത്തിന് കുപ്രസിദ്ധനായിരുന്നുവെന്നും പോലീസ് പറയുന്നു.
വീട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെ പെൺകുട്ടിയോട് ഇയാൾക്ക് മോശം താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കൊലപാതകത്തിന് തൊട്ടുമുമ്പും ഇയാൾ മറ്റൊരു ലൈംഗികാതിക്രമം നടത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തി. രാഹുലിന് ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടായിരുന്നതായും തന്റെ ശമ്പളം മുഴുവൻ വേശ്യാലയങ്ങളിലും ഓൺലൈൻ ഗെയിമുകൾക്കുമായി ചിലവാക്കിയിരുന്നതായും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച 7 രാജ്യസഭാ എംപിമാർ വെള്ളിയാഴ്ച ഔദ്യോഗികമായി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു. പാർട്ടി വിട്ട രാഘവ് ചദ്ദ, അശോക് മിത്തൽ, സന്ദീപ് പഥക്, ഹർഭജൻ സിംഗ്, വിക്രം സാഹ്നി, സ്വാതി മാലിവാൾ, രാജേന്ദ്ര ഗുപ്ത എന്നിവരെ ബിജെപിയുടെ ഡൽഹി ആസ്ഥാനത്ത് പാർട്ടി ദേശീയ പ്രസിഡന്റ് നിതിൻ നബിൻ ഊഷ്മളമായി സ്വീകരിച്ചു. ബിജെപി ആസ്ഥാനത്ത് നിന്നുള്ള ചിത്രങ്ങൾ നിതിൻ നബിൻ എംപിമാരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതും പൂച്ചെണ്ടുകളും മധുര പലഹാരങ്ങളും നൽകി അഭിവാദ്യം ചെയ്യുന്നതും കാണിച്ചു. US-ഇറാൻ ചർച്ചകൾ പുതുക്കുന്നതിന് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഒരു പ്രതിനിധി സംഘവുമായി ഇസ്ലാമാബാദിലെത്തി. ഇത്തവണ US-ഇറാൻ നേരിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകില്ലെന്ന് ഒരു ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. പരോക്ഷ മാർഗത്തിലൂടെ പാകിസ്ഥാൻ ടെഹ്റാന്റെ ആശങ്കകളും നിലപാടും വാഷിംഗ്ടണിനെ അറിയിക്കും. നയതന്ത്ര ഇടപെടലുകൾക്കായി അമേരിക്കയും ഒരുങ്ങുകയാണ്. പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും ചർച്ചകൾക്കായി ഇസ്ലാമാബാദിൽ എത്തുമെന്ന് കരുതുന്നു. രാജ്യത്തെ ഉന്നത നിയമനിർവഹണ ഏജൻസിയിലെ പെരുമാറ്റത്തെയും നേതൃത്വത്തെയും ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ US-ൽ കാഷ് പട്ടേലിന്റെ അറസ്റ്റ് രേഖകൾ ഉൾപ്പെട്ട മുൻകാല സംഭവങ്ങൾ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. FBI ഡയറക്ടറുടെ ആദ്യകാല ചരിത്രത്തിലേക്ക് വീണ്ടും ഇത് ശ്രദ്ധ ആകർഷിക്കുന്നു. മിയാമി ഡേഡ് പബ്ലിക് ഡിഫൻസറുടെ ഓഫീസിലെ പട്ടേലിന്റെ പേഴ്സണൽ ഫയലിൽ നിന്ന് ദ ഇന്റർസെപ്റ്റിന് ലഭിച്ച കത്ത് പ്രകാരം കാഷ് പട്ടേൽ മദ്യവുമായി ബന്ധപ്പെട്ട് 2 അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തൽ. 2005-ൽ പേസ് യൂണിവേഴ്സിറ്റിയിൽ നിയമവിദ്യാർത്ഥിയായിരിക്കുകയും 2001-ൽ പട്ടേൽ റിച്ച്മണ്ട് സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തുമാണ് ഈ 2 അറസ്റ്റുകൾ നടന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.